ഹലോ വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് പി എസ് സി. ഈ വൈകിയ വേളയിൽ ഈ വീഡിയോ ചെയ്യുന്നത് കുറേ പേർക്ക് നമ്മുടെ ക്ലാസ്സിലുള്ളവരും അല്ലാത്തവരുമായിട്ട് ഒത്തിരി പേര് സംശയങ്ങൾ ഇവിടെ ചോദിച്ചിരുന്നു. അതായത് നമ്മൾ അഡ്മിറ്റ് കാർഡ് എടുക്കാൻ നേരത്ത് ചിലർ പാസ്വേഡ് മറന്നുപോയി, അത് ഫൊർഗോട്ട് പാസ്വേഡ് ഉണ്ട്, അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് റിട്രീവ് ചെയ്യാവുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഫൊർഗോട്ട് പാസ്വേഡ് കൊടുത്ത് നോക്കുമ്പോഴത്തേക്ക് പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെഷൻ എക്സ്പേർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. സെഷൻ എക്സ്പേർട്ട് എന്ന് പറഞ്ഞ് അത് കണ്ട് ആരും ഭയപ്പെടേണ്ട കാര്യമില്ല. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്താൽ അത് ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്, കുറെ പേര് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ ഈ സൈറ്റ് എന്ന് പറയുന്നത് EMRSന്റെ ഈ സൈറ്റ് എന്ന് പറയുന്നത് കുഞ്ഞു സൈറ്റാ. അപ്പം ഒത്തിരി അപേക്ഷകരുണ്ട്, കണ്ടിന്യൂസ് ഒരേ സമയത്ത് നോക്കുന്നുണ്ട്, സൈറ്റ് ജാം ആവുന്നതാണ്. ഓക്കെ, ഹൈ ട്രാഫിക് വരുമ്പോഴാണ് സൈറ്റ് ഇങ്ങനെ ആവുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ആരും വിഷമിക്കുകയും ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട. നിങ്ങൾക്ക് 10-11 മണി ആയാലുള്ളൂ. 12 എഴുതി കഴിഞ്ഞാൽ 12:15 ശേഷം സൈറ്റ് മെയിൻ്റനൻസ് കഴിഞ്ഞിട്ട് അത് ഓക്കെ ആയിക്കോളും. അപ്പൊ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം, നിങ്ങളുടെ സെന്റേഴ്സ് അറിയാം. എല്ലാവർക്കും ട്രിവാൻഡ്രമാണ് സെന്റേഴ്സ് വന്നിരിക്കുന്നത്. ട്രിവാൻഡ്രത്തിന്റെ വിവിധ പ്രദേശങ്ങളിലുള്ള സ്കൂളുകളിലാണ് നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, കാരക്കോണം, വള്ളക്കടവ്, പിന്നെ ട്രിവാൻഡ്രം സിറ്റി തന്നെ ഉണ്ട് ചിന്മയ സ്കൂള്, അതുപോലെ തന്നെ നവോദയ സ്കൂൾ, അങ്ങനെ ഒത്തിരി സെന്റേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ ഏകദേശം കുറച്ച് ദൂരെ ഇരുന്ന് കഴിഞ്ഞാലും 1 മണിക്കൂർ ഡിസ്റ്റൻസ് ഉള്ള യാത്ര ചെയ്ത് പോകാനുള്ള ദൂരമേ ഉള്ളൂ ഏകദേശം ഒക്കെ, രാവിലെ ആണെങ്കിൽ തന്നെ. ഓക്കെ, അപ്പൊ നിങ്ങൾ ട്രെയിനിൽ വരുന്നവരാണെങ്കിൽ ട്രെയിനിൽ വെച്ച് തന്നെ ഫ്രഷപ്പ് ആയി ഇറങ്ങുക, വന്നുടനെ തന്നെ നിങ്ങളുടെ എക്സാം സെന്റേഴ്സിലേക്ക് പോവുക. എവിടെ പോകുന്നതിനും നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുന്നവർക്ക്, തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുന്നവർക്ക് അതിന്റെ ഓപ്പോസിറ്റ് തന്നെയാണ് നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡ്. അവിടെ ഇൻഫർമേഷൻ സെന്റർ ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് റൂട്ട് അവർ കിട്ടും. എല്ലാ സമയത്തും ബസ് ഉണ്ട്. കുറച്ച് പേർക്കൊക്കെ നമ്മുടെ ആറ്റുകാൽ ആ പ്രദേശങ്ങളിൽ, അങ്ങനത്തുള്ള പ്രദേശങ്ങളിലെ സ്കൂളുകളിലേക്ക് കിട്ടിയിട്ടുണ്ട്. അവർക്കൊക്കെ നേരെ നടന്നു വേണമെങ്കിൽ ഈസ്റ്റ് ഫോർട്ട്, കിഴക്കേക്കോട്ട ബസ് സ്റ്റാൻഡിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് ബസ് കിട്ടും. അല്ലെങ്കിൽ ജസ്റ്റ് മിനിമം ചാർജിൽ ഓട്ടോയ്ക്ക് എടുത്തു പോകാനുള്ള ദൂരമേ ഉള്ളൂ അവിടെയൊക്കെ കിട്ടിയിരിക്കുന്ന സ്കൂളുകൾക്ക്. ഓക്കെ, അപ്പം ആരും വലിയ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ നിങ്ങൾ ഈ നൂല് പിടിച്ചിടക്ക് പോവാതെ വന്നിറങ്ങി കഴിഞ്ഞാൽ ബസ്സിലായാലും ട്രെയിനിലായാലും എപ്പോഴായാലും സെന്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങളുടെ സ്കൂളുകളിലേക്ക് എത്രയും പെട്ടെന്ന് നിങ്ങൾ എത്തുക എന്നുള്ളതാണ്. എത്രയും പെട്ടെന്ന് ഫ്രഷപ്പായി, ട്രെയിനിൽ വെച്ച് ഫ്രഷപ്പ് ആകാൻ പറ്റാത്തവർക്ക് റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റേഷനിലോ ഒന്ന് ഫ്രഷപ്പ് ആകാനുള്ള സമയമുണ്ട്. പെട്ടെന്ന് തന്നെ ഫ്രഷപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ എക്സാം സെന്ററിലേക്ക് ആ സ്കൂളിലേക്ക് എത്തുക എന്നുള്ളതാണ് ആദ്യം. ഓക്കെ, അത് കണ്ടുപിടിക്കുക. അല്ലാതെ വിളിച്ച് ജപിച്ച് നിന്ന് ഭക്ഷണം കഴിച്ച് താമസിക്കേണ്ട. ഓക്കെ, പിന്നെ അവിടെ ചെന്നതിന് ശേഷം ഭക്ഷണം കഴിക്കുക, ലളിതമായിട്ടുള്ള ഭക്ഷണം കഴിക്കുക. അതായത് അധികം ദഹനത്തെ കൂട്ടാൻ പാകത്തിലുള്ള അല്ലാത്ത സിമ്പിൾ ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. ഫുഡ് കഴിക്കണം, എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ട് മീൻസ് എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യാവൂ. നമ്മുടെ ബ്രെയിനിന്റെ എനർജി കാര്യങ്ങളൊക്കെ വരണമെങ്കിൽ, സ്റ്റിമുലേഷൻസ് ഒക്കെ ഉണ്ടാവണമെങ്കിൽ ഫുഡ് വേണം നമുക്ക്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ആരും ടെൻഷൻ പഠിക്കേണ്ട. അപ്പൊ ഈ ഹോൾ ടിക്കറ്റ് കിട്ടാത്തവർ, അഡ്മിറ്റ് കാർഡ് കിട്ടാത്തവർ, ഇങ്ങനെ സെക്ഷൻ എക്സ്പ്രസ് എന്ന് പറഞ്ഞ് കാണിക്കുന്നവർക്കൊക്കെ കിട്ടിക്കോളും. ഡോൺ വറി, ജാം ഒന്ന് മാറി കഴിഞ്ഞാൽ കിട്ടിക്കോളും. നമുക്ക് 2 ദിവസമായി തന്നിട്ടുള്ളത്. EMRS ആയിരുന്നാലും KVS ആയിരുന്നാലും LVS ആയിരുന്നാലും ഒക്കെ അങ്ങനെയാണ്. അത് റെയിൽവേയും അങ്ങനെ തന്നെയാണ്. എക്സാം സിറ്റി മുൻപേ അറിയിച്ചിട്ട് ഹോൾ ടിക്കറ്റ് 2 ദിവസം മുമ്പൊക്കെ വരത്തുള്ളൂ. അപ്പൊ എല്ലാവരും കൂടെ കയറിയിട്ട് ഇങ്ങനെ എത്ര ലക്ഷത്തോളം പേരുണ്ട്, ഓൾ ഇന്ത്യ ലെവലിലാണല്ലോ, എല്ലാവരും പേര് ഒരേ സമയം ആക്സസ് ചെയ്യുന്നതുകൊണ്ടുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് വരുന്നത്. അപ്പൊ ആരും ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ഇത്രയും കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കുഞ്ഞു വീഡിയോ ചെയ്യുന്നത്. അപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ, എങ്ങനെ എക്സാം അറ്റൻഡ് ചെയ്യണം, നെഗറ്റീവ് മാർക്ക് എങ്ങനെ ഒഴിവാക്കണം, അതുപോലെ തന്നെ ലാംഗ്വേജ് സെഷൻസ് നമുക്കറിയാം. PGTക്ക് ആണെങ്കിൽ 30-ൽ 12 മാർക്കും PGTക്ക് 20-ൽ 8 മാർക്കും സ്കോർ ചെയ്യണം അഗ്രിഗേറ്റ് ആയിട്ട്. ഒന്നിനും സബ്ജക്ട് മിനിമോ ടോപ്പിക് മിനിമോ ഒന്നുമില്ല. ഓക്കെ, അഗ്രിഗേറ്റ് ആയിട്ട് TGTക്ക് 12-ഉം PGTക്ക് 8 മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യണം. ഓക്കെ, അതെങ്ങനെയാണ് ആ നെഗറ്റീവ് മാർക്ക് ഒഴിവാക്കി ചെയ്യേണ്ടതെന്നുള്ള ഒരു വീഡിയോ ഇതിന്റെ ബാക്ക് നിന്ന് ചെയ്യുന്നുണ്ട്. അത് കൃത്യമായിട്ടും ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് എക്സാമിന് പോകാവൂ, പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾ ഉൾപ്പെടെ ഉള്ളവര്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നല്ലൊരു വിജയാശംസകൾ നേരുകയാണ്. എല്ലാവരും നല്ല രീതിയിൽ ഫസ്റ്റ് ടയർ പാസ്സായിട്ട്, സെക്കൻഡ് ടയർ പാസ്സായി നിങ്ങൾ ഇതിലേക്ക് കയറാൻ, എകൈവിലേക്ക് കയറാനായിട്ട് നിങ്ങൾ എല്ലാവരും സർവശക്തനായ ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പൊ എല്ലാവരും ധൈര്യമായിട്ട് പ്രിപ്പയർ ചെയ്യുക. കറക്റ്റ് സമയത്തിന് സെന്റേഴ്സിലേക്ക് എത്താനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക. ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന 77 36 75 04 73 ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പൊ കോൺടാക്ട് ചെയ്തവർക്ക് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഈ അഡ്മിറ്റ് കാർഡുമായിട്ട് ബന്ധപ്പെട്ട് സാവധാനത്തിൽ പതുക്കെ നോക്കിയാൽ മതി. പാസ്വേഡ് മറന്നുപോയി വിഷമിക്കേണ്ട. നിങ്ങൾക്ക് താഴെ ഫോർവേഡ് പാസ്വേഡ് ഉണ്ട്, അവിടെ കൊടുത്തു കഴിഞ്ഞാൽ
നിങ്ങൾക്ക് മെയിൽ വഴിയോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് വഴിയോ OTP വഴി നിങ്ങൾക്ക് അത് എടുക്കാവുന്നതാണ്. ഡോണ്ട് വറി. ഓക്കെ, എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ളവർ ദയവായിട്ട് വിളിക്കുക. ഓക്കെ, ഇത്ര കാര്യങ്ങളെ പറയാനുള്ളൂ. താങ്ക് യു. വന്ദേ മാതരം. ജയ് ഹിന്ദ്.